In this video, I am going to discuss about Module 1, Machine Tool and Metrology, Lathe Machine Tools. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഷൻ ടൂൾ ആൻഡ് മെട്രോളജിയിലെ മൊഡ്യൂൾ 1-ലെ ലെയ്ത്ത് മിഷൻ ടൂളിനെ കുറിച്ചാണ്. സോ മൊഡ്യൂൾ 1-ൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് തിയറി ഓഫ് മെറ്റൽ കട്ടിംഗ് ആണ്. സെക്കൻഡ് സെക്ഷൻ ലെയ്ത്ത് ആൻഡ് തേർഡ് സെക്ഷൻ ഷേപ്പിംഗ്, പ്ലാനിങ് ആൻഡ് സ്ലോട്ടിംഗ് മെഷീൻസ് ആണ്. സോ നമ്മുടെ ലെക്ചർ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെയ്ത്ത് മിഷൻ ടൂൾ എന്ന് പറയുന്ന ടോപ്പിക് നിന്നാണ്. സോ ഫസ്റ്റ് സെക്ഷൻ ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്. അതിന് നോട്ട് ഗൂഗിൾ ഡ്രൈവിൽ അറ്റാച്ച് ചെയ്യാം. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഡ്രൈവിൽ തിയറി ഓഫ് മെറ്റൽ കട്ടിങ്ങിൻ്റെ നോട്ട് ഞാൻ അറ്റാച്ച് ചെയ്യാം. സപ്പോസ് നിങ്ങളുടെ കോളേജിൽ ഈ ഒരു തിയറി ഓഫ് മെറ്റൽ കട്ടിംഗ് ആണ് ഫസ്റ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ട് എന്ത് ചെയ്യാം, റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, so first of all, an introduction about machine tools. See, what is the definition of a machine tools? Machine tools are power driven devices in which energy is utilized in deformation of material for shaping, sizing or processing a product by removing the excess material in the form of chip. ഇതാണ് ഒരു മെഷീൻ ടൂൾസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ മെഷീൻ ടൂൾ എന്ന് പറയുമ്പോൾ ലെയ്ത്ത് ഒരു മെഷീൻ ടൂളാണ്, അതേപോലെ തന്നെ ഡ്രില്ലിംഗ് മെഷീൻ മെഷീൻ ടൂളാണ്, ഷേപ്പിംഗ് മെഷീൻ മെഷീൻ ടൂളാണ്, ഗ്രൈൻഡിംഗ് മെഷീൻ മെഷീൻ ടൂളാണ്. സോ ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് മെഷീൻ ടൂൾസ് ആർ അവൈലബിൾ ഇൻ എ പ്രൊഡക്ഷൻ ഷോപ്പ്. സോ ഓൾ ദ മെഷീൻ ടൂൾസ് ആർ പവർ ഡ്രിവൺ ഡിവൈസസ്. എല്ലാ മെഷീൻ ടൂൾസും പവർ ഡ്രിവൺ ഡിവൈസുകളാണ്. in which energy is utilized in deformation of material for shaping, sizing or processing a product by removing the excess material in the form of chip. So machine tools എന്ന് പറയുന്നത് ബേസിക്കലി പവർ ഡ്രിവൺ ഡിവൈസുകളാണ്. മെഷീൻ ടൂൾസിൽ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത് മെറ്റീരിയലിൻ്റെ ഡിഫോർമേഷന് വേണ്ടിയിട്ടാണ്. ഷേപ്പിംഗ് ആവാം, സൈസിങ് ആവാം, അല്ലെങ്കിൽ പ്രോസസ്സിങ് എ പ്രോഡക്റ്റ് ആവാം, ബൈ റിമൂവിങ് ദി എക്സസ് മെറ്റീരിയൽ ഇൻ ദ ഫോം ഓഫ് ചിപ്പ്. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ മെഷീൻ ടൂൾ, എനി മെഷീൻ ടൂൾ. സോ വൺസ് മോർ, മെഷീൻ ടൂൾസ് ആർ പവർ ഡ്രിവൺ ഡിവൈസസ് ഇൻ വിച്ച് എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ deformation of material for shaping, sizing or processing a product by removing the excess material in the form of chip. See, what is the purpose of a machine tool in a production shop? Machine tools are generally used for producing certain forms or to produce a finished part. See, machine tools എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ മെഷീൻ ടൂൾസിന് എക്സാമ്പിൾ ആണ് ലെയ്ത്ത്, മില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിംഗ് മെഷീൻ ഒക്കെ. സോ ഈ മെഷീൻ ടൂൾസുകളൊക്കെ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് സർട്ടൈൻ ഷേപ്പ് ഓർ പ്രൊഡ്യൂസിങ് എ ഫിനിഷ്ഡ് പാർട്ട്. ഒരു ഫിനിഷ്ഡ് പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ സർട്ടൈൻ ഫോംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഷീൻ ടൂൾസ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സി ഇൻ എവരി മെഷീൻ ടൂൾ metal removal take place by the relative motion between tool and workpiece. So this is the principle behind metal cutting that is taken place in any machine tools. The relative motion between tool and workpiece. So ടൂളും വർക്ക്പീസും തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ കൊണ്ടാണ് മെറ്റൽ കട്ടിംഗ് എന്ന് പറയുന്നത് മെഷീൻ ടൂളിൽ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ലെയ്ത്ത് മെഷീൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ വർക്ക്പീസ് റൊട്ടേറ്റ് ചെയ്യാണ്. ലെയ്ത്ത് മെഷീൻ ടൂളിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്. ഈ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ദാറ്റ് വിൽ മൂവ് ടുവേർഡ്സ് റൊട്ടേറ്റിംഗ് ചക്ക് ഓർ അവേ ഫ്രം ദി റൊട്ടേറ്റിംഗ് ചക്ക് ലോങ്ങിറ്റ്യൂഡിനലി ഡ്യൂറിംഗ് ദി മെഷീനിങ് ഓപ്പറേഷൻ. So workpiece will be rotating and the tool will be moved. That's a relative motion in the case of lathe group of machines. Drilling machine എടുത്തു കഴിഞ്ഞാൽ workpiece will be remain stationary. ഡ്രില്ലിംഗ് മെഷീൻ കേസിൽ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് ഡ്രില്ലാണ്. ഡ്രില്ല് റൊട്ടേറ്റ് ചെയ്യും, അതോടൊപ്പം തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന ഡ്രില്ല് താഴോട്ടേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും.
So that is the relative motion between the workpiece and drill in the case of drilling machine. Then milling machine case എടുത്ത് കഴിഞ്ഞാൽ വർക്ക്പീസ് മൂവ് ചെയ്യും, അതേപോലെ തന്നെ കട്ടിംഗ് ടൂൾ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. കട്ടിംഗ് ടൂൾ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യില്ല, വർക്ക് പീസ് എന്ത് ചെയ്യും, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യും. അതേപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡിലായിട്ട് റൊട്ടേറ്റിംഗ് കട്ടിംഗ് ടൂളിന്റെ അടിയിൽ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. So the relative motion between cutting tool and the workpiece is the main principle behind metal cutting that is taken place in any machine. Okay. See, according to the surface generated, machine tools are classified into two types: the machine tool for cylindrical workpiece and the machine tool for flat surface workpiece. In machine tool for cylindrical workpiece, the workpiece is rotated about its axis. Various machines used in this type of work are lathe, boring machine, cylindrical grinding machine, etc. So machine tools need two classifications based upon the surface generated. First one, machine tool for cylindrical workpiece, and second one, machine tool for flat surface workpiece. Machine tool for cylindrical workpiece in the case, workpiece will be rotating about its axis. So here category example category of machine tool example lathe, boring machine, cylindrical grinding machine, etc. So here machine tools like workpiece will be rotated about an axis during the metal cutting time. Second classification is the machine tool for flat surface workpiece. See, machine tool for flat surface workpiece are commonly used for producing flat surface workpiece. Various machine tools are shaper, planer, milling machine, etc. So this is the classification of machine tool based upon the surface produced. See, another classification of machine tools are general purpose machine tools, production machine tool, and special purpose or single purpose machine tools. See, first one, general purpose machine tools. General purpose machine tools are used for performing all metal cutting operations. These include lathe, shaper, drilling machine, milling machine, etc. So first classification is general purpose machine tool. So general purpose machine tool is commonly എല്ലാ മെറ്റൽ കട്ടിംഗ് ഓപ്പറേഷനും യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് ലേത്ത്, ഷേപ്പർ, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, എക്സെട്ര. Then second classification is the production machine tools. See, production machine tools are commonly used in the case of mass production in order to increase the rate of production and reduce the time. See, the example for production machine tool are capstan and turret lathe, multiple head drilling machine, etc. So production machine tool എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷീൻ ടൂൾ ആണ്. ഈ പ്രൊഡക്ഷൻ മെഷീൻ ടൂൾസ് കോമൺലി യൂസ് ചെയ്യുന്നത് മാസ് പ്രൊഡക്ഷൻ്റെ കേസിലാണ്. അതായത് പ്രൊഡക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ടൈം റിഡ്യൂസ് ചെയ്യാൻ, അതേപോലെ റെഡ്യൂസിങ് മാനുഫാക്ചറിങ് കോസ്റ്റ്. സോ അതിന് എക്സാമ്പിൾ ആണ് ടെററ്റ് ലെയ്ത്ത്, മൾട്ടിപ്പിൾ ഹെഡ് ഡ്രില്ലിംഗ് മെഷീൻ. ഓക്കെ. Then the third classification is special purpose or single purpose machine tools. See, these are used in mass production and generally one machine is capable of producing only one type of job. So that's the main characteristic of a special purpose or single purpose machine tools. These type of machine tools are always used for producing only one type of job. See, special purpose or single purpose machine tools commonly use ചെയ്യുന്നത് മാസ് പ്രൊഡക്ഷൻ്റെ കേസിലാണ്. സോ ഈ ഒരു കാറ്റഗറീസ് ഓഫ് മെഷീൻ ടൂളിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ജോബ്, കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ജോബ്. ആൻഡ് ദീസ് ഇൻക്ലൂഡ് ഗിയർ ജനറേറ്റർ, camshaft grinder, thread rolling machine, piston turning lathe. See, all these machine tools are only used for producing one type of job. So these are the three classification of machine tools. So first one,
general purpose machine tool, second one production machine tool, and third one special purpose or single purpose machine tools. Then next one, cutting motion in machine tools. See, in any machine tool, the metal cutting takes place by the relative motion between cutting tool and workpiece. The relative motion between cutting tool and workpiece is the main principle behind metal cutting take place in a machine tools. So, ഒരു machine toolന്റെ metal cutting നടക്കുന്നതിന്റെ main principle എന്ന് പറയുന്നത് relative motion between tool and workpiece ആണ്. See, that will be different for different machine tools. So, we have different types of machine tool. For example, lathe is a machine tool, drilling machine is a machine tool, milling machine is a machine tool, grinding machine is another machine tools. So, all these machine tools are used for plastic deformation of material by utilizing the energy. So, metal cutting in machine tools is taken place by the relative motion between tool and workpiece. Tool workpiece തമ്മിലുള്ള relative motion കൊണ്ടാണ് metal cutting take place ചെയ്യുന്നത്. So, lathe group of machine കേസിൽ workpiece rotate ചെയ്യും, single point cutting tool that will be moving towards chuck and away from the chuck. Drilling machine case എടുത്തു കഴിഞ്ഞാൽ workpiece will be remain stationary. The multi-point cutting tool, that is drill bit, that will be rotating and moving in downward and upward direction. So that's the relative motion between tool and workpiece. See, the motion of a machine tool that may be transmitted to the cutting tool or to the work or both simultaneously. That's the second point regarding the metal cutting in a machine tool. So the motion of a machine tool that may be transmitted to the cutting tool or to the work or both simultaneously. So ഒരു machine tool എടുത്തു കഴിഞ്ഞാൽ ആ machine toolന്റെ motion ഒന്നുകിൽ cutting toolലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വർക്ക് പീസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, or simultaneously cutting tool and work piece. So for example, ഒരു ഡ്രില്ലിംഗ് മെഷീൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ വർക്ക് പീസ് എന്താണ്, സ്റ്റേഷനറി ആണ്. അപ്പോൾ മെഷീൻ ടൂളിൻ്റെ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കട്ടിംഗ് ടൂളിലേക്കാണ്. ഡ്രില്ലിംഗ് മെഷീൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളാണ്, അതിനെയാണ് ഡ്രിൽ ബിറ്റ് എന്ന് പറയുന്നത്. സോ ഡ്രില്ലിംഗ് മെഷീൻ്റെ കേസിൽ motion of machine tool is transmitted with the cutting tool. That's why the drill bit is rotating during the drilling process. The working motion of a machine tool are primary cutting motion specified by speed and secondary cutting motion specified by feed. ഇപ്പോൾ രണ്ട് ടൈപ്പ് കട്ടിംഗ് മോഷനാണ് ഒരു മെഷീൻ ടൂളിലുള്ളത്. അതിനെ പ്രൈമറി കട്ടിംഗ് മോഷൻ എന്നും സെക്കൻഡറി കട്ടിംഗ് മോഷൻ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Primary cutting motion that is specified by speed and secondary cutting motion that is specified by feed. Primary cutting motion speed എന്ന് പറയും, secondary cutting motion feed എന്നുമാണ് പറയുന്നത്. See, the primary cutting motion provides for cutting the chip from the blank. Primary cutting motion is actually responsible for cutting or removing the chip from a workpiece. There are two primary cutting motion, rotary cutting motion and reciprocating cutting motion. See, these are the two classification of primary cutting motion, that is rotary cutting motion and reciprocating cutting motion. See, rotary cutting motion in lathe group of machine and reciprocating cutting motion in shaper group of machine. Rotary cutting motions സാധാരണ lathe group of machines-ലൊക്കെ rotary cutting motion ആയിരിക്കും, and shaper group of machine-ലൊക്കെ reciprocating cutting motion ആയിരിക്കും. സോ ഈ rotary cutting motion അതേപോലെ തന്നെ reciprocating cutting motion ആണ് primary cutting motion-ന്റെ രണ്ട് ക്ലാസിഫിക്കേഷനുകൾ. And the secondary cutting motion, that is known as feed. And this feed is defined as the distance by which the cutting tool advanced during one revolution of job in lathe group of machines. For feed that is different in lathe group of machine and shaper group of machine. In lathe group of machine, feed is defined as the distance by which the cutting tool advances during one revolution of job.
അതായത് വർക്ക് പീസ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കട്ടിംഗ് ടൂൾ എത്ര ഡിസ്റ്റൻസ് ആണ് അഡ്വാൻസ് ചെയ്തിരിക്കുന്നത് അതിനെയാണ് ഫീഡ് എന്ന് പറയുന്നത്, ലെയ്ത്ത് ഗ്രൂപ്പ് ഓഫ് മെഷീൻ. ആൻഡ് ഇൻ ഷേപ്പർ ഗ്രൂപ്പ് ഓഫ് മെഷീൻ it is defined as the distance by which the cutting tool advanced in one complete stroke. ഒരു കംപ്ലീറ്റ് സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് ടൂൾ അഡ്വാൻസ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, ഫീഡ് എന്ന് പറയുന്നത്. എവിടെ? ഷേപ്പർ ഗ്രൂപ്പ് ഓഫ് മെഷീൻ. സോ ഫീഡ് ലെയ്ത്ത് ഗ്രൂപ്പ് ഓഫ് മെഷീനിലും ഷേപ്പർ ഗ്രൂപ്പ് ഓഫ് മെഷീനിലും ഡിഫറൻ്റ് ആണ്. ഇൻ ലെയ്ത്ത് ഗ്രൂപ്പ് ഓഫ് മെഷീൻ feed is the distance by which the cutting tool advanced during one revolution of job, and in shaper group of machine feed is defined as the distance by which the cutting tool advanced in one complete stroke. Okay, so ഇത്രയാണ് മെഷീൻ ടൂൾസിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ മെഷീൻ ടൂൾസിന്റെ ഡെഫിനിഷൻ എന്താണ് ഡിസ്കസ് ചെയ്തു, അതേപോലെ തന്നെ മെഷീൻ ടൂൾസിന്റെ ബേസിക് കട്ടിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടൂൾ ആൻഡ് വർക്ക് പീസ്. ദെൻ മെഷീൻ ടൂളിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് അപ്പോൺ ദി സർഫസ് ജനറേറ്റർ ആണ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദി പ്രൊഡക്ഷൻ ആണ്. ദെൻ കട്ടിംഗ് മോഷൻ മെഷീൻ ടൂൾസ്. There are two type of cutting motion, that is speed and feed. Okay, so ഇത്രയാണ് ഒരു മെഷീൻ ടൂൾസിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെഷീൻ ടൂൾസ് എന്ന് പറയുന്നത് ലെയ്ത്ത് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മെഷീൻ ടൂളാണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. ദെൻ ഷേപ്പർ, പ്ലാനർ ആൻഡ് സ്ലോട്ടിംഗ് മെഷീൻ. സോ ലെയ്ത്തിൽ വി ഹാവ് ഡിസ്കസ് ദി പാർട്സ് ഓഫ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത്, types of lathe, lathe operation, lathe accessories, then some equations and problem related to lathe machine tools, process parameter and machine time calculations. Okay. So first of all, parts of a lathe. See, a lathe carries the following main parts as shown below: lathe bed, headstock, tailstock and carriage. ഒരു ലെയ്ത്ത് മെഷീൻ ടൂളിൽ മെയിൻ ആയിട്ട് 4 പാർട്സുകളാണ്. ഫസ്റ്റ് വൺ ലെയ്ത്ത് ബെഡ്, സെക്കൻഡ് ഹെഡ് സ്റ്റോക്ക്, തേർഡ് ടെയിൽ സ്റ്റോക്ക്, ഫോർത്ത് വൺ കാരേജ്. സോ ഇതാണ് ഒരു ലെയ്ത്ത് മെഷീൻ ടൂളിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫിഗർ ആണ്. ലെഗ്, ലെയ്ത്ത് ബെഡ്, ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ചക്ക്, ലെയ്ത്ത് കാരേജ്. സോ നിങ്ങൾക്ക് ഈ ഫിഗർ വേണമെങ്കിൽ പഠിക്കാം. ഇത് കുറച്ചും കൂടിയും പാർട്സുകൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ലെഗ്, ഹെഡ് സ്റ്റോക്ക്, ലെയ്ത്ത് ബെഡ്, ദെൻ ടൂൾ പോസ്റ്റ്, കാരേജ്. കാരേജിന്റെ ഈ ഫ്രണ്ട് പോർഷൻ പറയുന്ന പേരാണ് ആപ്രോൺ, ആൻഡ് ദിസ് ഈസ് ലെയ്ത്ത് ബെഡ്, ടെയിൽ സ്റ്റോക്ക്. ഓക്കെ, സോ വി ക്യാൻ ഡിസ്കസ് one by one each part. Lathe bed. See, this is the figure of lathe bed. Lathe bed inde cross sectional figure aanid. അതേപോലെ തന്നെ ടോപ്പ് വ്യൂ ആണ് ഇവിടെ കാണുന്നത്. See, what is the purpose of a lathe bed in a lathe machine tool? Lathe bed support all moving and non-moving part of a lathe. ഒരു ലെയ്ത്ത് മെഷീൻ ടൂളിന്റെ എല്ലാ മൂവിംഗ് പാർട്ടിനെയും അതേപോലെ തന്നെ നോൺ മൂവിംഗ് പാർട്സിനെയും സപ്പോർട്ട് ചെയ്യുന്നത് ലെയ്ത്ത് ബെഡ് ആണ്. സോ ലെയ്ത്ത് ബെഡ് ദാറ്റ് വിൽ സപ്പോർട്ട് ഓൾ ദ മൂവിംഗ് ആൻഡ് നോൺ മൂവിംഗ് പാർട്ട് ഓഫ് എ ലെയ്ത്ത്. ലെയ്ത്ത് ബെഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹൈ ഗ്രേഡ് കാസ്റ്റ് ആൻഡ് ഫ്ലെയിം ഹാർഡൻഡ്. ലെയ്ത്ത് ബെഡ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്, മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത് ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ വെച്ചിട്ടാണ്. ദെൻ ഇറ്റ് ഈസ് ഫ്ലെയിം ഹാർഡൻഡ്. ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫ്ലെയിം ഹാർഡനിങ് ആണ്. See, the lathe bed consists of heavy metal slides running lengthwise, rigidly supported by parallel cross ribs. ഇപ്പോൾ ലെയ്ത്ത് ബെഡിൽ 2 ഹെവി മെറ്റൽ സ്ലൈഡ്സ് ഉണ്ടാവും, റണ്ണിങ് ഇൻ ലെങ്ത്വൈസ് ആൻഡ് റിജിഡ്ലി സപ്പോർട്ടഡ് ബൈ പാരലൽ ഓർ ക്രോസ് റിബ്സ്. സോ ഇതാണ് ലെയ്ത്ത് ബെഡിന്റെ ടോപ്പ് വ്യൂ.
lathe bed that consists two heavy metal slides. So these are the two heavy metal slides running lengthwise, supported by parallel and cross strips. So in between these two metal slides, parallel and cross strips are provided for providing support to the lathe bed. See, outer surface of the lathe bed have inverted V guideway and a flat guideway bearing with the carriage. Inner flat guideway bearing with the tailstock. See, there are two guideways are provided in the lathe beds. The outer surface of bed have a inverted V guideway and a flat guideway, and which is bearing with the carriage and which is providing support for the carriage. And inner flat guideway bearing with the tailstock. There is a guideway in the bottom or inner side that is used for bearing with the tailstock. ഇപ്പോൾ ലെയ്ത്ത് ബെഡ് വൈസ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഗൈഡ് വേസ് ഉണ്ടാവും. ഒന്ന് ഔട്ടർ ഗൈഡ് വേ, ഒന്ന് ഇന്നർ ഗൈഡ് വേ. സോ ഔട്ടർ ഗൈഡ് വേ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് വി ഗൈഡ് വേ, അതേപോലെ തന്നെ ഫ്ലാറ്റ് ഗൈഡ് വേ. സോ ദീസ് ഗൈഡ് വേസ് ആർ ബിയറിംഗ് വിത്ത് ദി carriage and the carriage that will be sliding over these guideways. And the inner side there is a flat guideway is provided. And what's the purpose of the flat guideway is which is used for bearing with the tailstock, and tailstock that will be sliding over this guideway. See, there are three major units mounted on the bed are headstock, tailstock and carriage. ലെയ്ത്ത് ബെഡിന്റെ മുകളിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന മൂന്ന് മേജർ യൂണിറ്റുകളാണ് ഹെഡ്സ്റ്റോക്ക്, ടെയിൽസ്റ്റോക്ക് ആൻഡ് കാരേജ് എന്ന് പറയുന്നത്. ഹെഡ്സ്റ്റോക്ക് ഈസ് പെർമനന്റ്ലി ഫിക്സഡ് ടു ദ ബെഡ്. Tailstock is adjustable for position to accommodate workpiece length. അപ്പോൾ ഹെഡ്സ്റ്റോക്ക് എന്ന് പറയുന്നത് ലെയ്ത്ത് ബെഡിന്റെ ലെഫ്റ്റ് സൈഡിൽ പെർമനന്റ്ലി ഫിക്സ്ഡ് ആണ്. ടെയിൽസ്റ്റോക്ക് എന്ന് പറയുന്നത് വിച്ച് ക്യാൻ ബി അഡ്ജസ്റ്റഡ് അലോങ് ദി ലെയ്ത്ത് ബെഡ് depending upon the length of the job. So headstock that is a permanently fixed to the bed, and tailstock is adjustable for position to accommodate workpiece of different length. See, the carriage, that's a third major unit that is mounted over the lathe bed. The carriage can be traversed to and between headstock and tailstock manually or power. So carriage that is mounted over the lathe bedways and it can be moved along the lathe bedways between headstock and tailstock. So these are the three major units that is mounted over the lathe bed. That is headstock, tailstock and carriage. So that's about the lathe bedways. Okay. And the second important part of a lathe is the headstock. So headstock means this is a headstock that is permanently fixed in the left side of the lathe bedways. See, what is the purpose of a headstock in a lathe machine room? Headstock that is used for support the main spindle in the bearing and align it properly. A headstock in the main purpose എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സ്പിൻഡിലിനെ സപ്പോർട്ട് ചെയ്യും and align it properly with the lathe axis. See, it houses necessary transmission mechanism and speed changing mechanism to obtain different spindle speed. ഹെഡ്സ്റ്റോക്കിന്റെ ഉള്ളിൽ ട്രാൻസ്മിഷൻ മെക്കാനിസം ഉണ്ടാവും, അതേപോലെ തന്നെ സ്പീഡ് ചേഞ്ചിങ് മെക്കാനിസം ഉണ്ടാവും, വിച്ച് ഈസ് യൂസ് ടു പ്രൊവൈഡ് ഡിഫറൻറ്റ് സ്പിൻഡിൽ സ്പീഡ്. കോൺ പുള്ളി and belt drive mechanism or gear drive mechanism are commonly used to change the speed of spindle. Cone pulley അല്ലെങ്കിൽ cone pulley belt drive mechanism അല്ലെങ്കിൽ gear drive mechanism ആണ് commonly എന്ത് ചെയ്യുന്നത് lathe spindle സ്പീഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. So that's about headstock. So headstockന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ which is used for supporting the main spindle and align it properly. It houses transmission mechanism and speed changing mechanism which is used to obtain different spindle speed.
കോമൺലി യൂസ് ചെയ്യുന്നത് കോൺപുള്ളി ബെൽറ്റ് ഡ്രൈവ് മെക്കാനിസം അല്ലെങ്കിൽ ഗിയർ ഡ്രൈവ് മെക്കാനിസം ആണ്. Then third one is the main spindle. So main spindle എന്ന് പറയുന്നത് ഈ ഹെഡ് സ്റ്റോക്കിന്റെ ഉള്ളിലാണ് മെയിൻ സ്പിൻഡിൽ ഉണ്ടാവുക. സോ മെയിൻ സ്പിൻഡിന്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെയായിരിക്കും മെയിൻ സ്പിൻഡിൽ ഉണ്ടാവുക. സോ മെയിൻ സ്പിൻഡിന്റെ ഒരറ്റത്താണ് ചക്ക എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. See, main spindle is a hollow cylindrical shaft in which the job can pass through it. മെയിൻ സ്പിൻഡിൽ എന്ന് പറയുന്നത് ഒരു ഹോളോ സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് ആണ്. അതിനുള്ളിലൂടെ വർക്ക്പീസിനെ എന്ത് ചെയ്യാൻ പറ്റും, വർക്ക്പീസിനെ കടത്തിവിടാൻ പറ്റും. ഈ മെയിൻ സ്പിൻഡിലിനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാനുള്ളതാണ് ഹെഡ് സ്റ്റോക്കിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ. ദ സ്പിൻഡിൽ എൻഡ് ഫേസിംഗ് ദ ടെയിൽ സ്റ്റോക്ക് ഈസ് കോൾഡ് സ്പിൻഡിൽ നോസ്. ഇതാണ് മെയിൻ സ്പിൻഡിലെ ഫിഗർ എന്ന് പറയുന്നത്. ഒരു ഹോളോ സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് ആണ് ത്രൂ വിച്ച് ദ ജോബ് ക്യാൻ ബി പാസ്. സെക്കൻഡ് പോയിന്റ്, the spindle end facing the tailstock is called spindle nose. Spindle end എന്ന് പറയുന്നത് ഇതാണ് spindle end. ഈ spindle end facing the tailstock, that is known as spindle nose. അപ്പോൾ ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് spindle nose എന്ന് പറയുന്നത്. ലെയ്ത്തിന്റെ ഫിഗർ എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ്, പുറത്തെടുക്കുന്ന ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് സ്പിൻഡിൽ നോസ് എന്ന് പറയുന്നത്. ചക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു സ്പിൻഡിലിന്റെ പോർഷനാണ് സ്പിൻഡിൽ നോസ് എന്ന് പറയുന്നത്. So the spindle end facing the tailstock is called spindle nose. Spindle nose has a Morse taper, self-locking taper and a thread on outside. Spindle nose-ന്റെ ഉള്ളിൽ ഇന്നർ സർഫസിൽ ഒരു മോസ് ടേപ്പർ ഉണ്ടാവും, സെൽഫ് ലോക്കിംഗ് ടേപ്പർ ആണ്. ദെൻ ഔട്ടർ സർഫസിൽ എന്തുണ്ടാവും, ത്രെഡ് ഉണ്ടാവും. മോസ് ടേപ്പർ ഈസ് യൂസ് ടു അക്കോമഡേറ്റ് ലേറ്റ് സെന്റർ ഓർ കോളച്ച്. അപ്പോൾ ഈ മോസ് ടേപ്പർ എന്തിനാണ് യൂസ് ചെയ്തത്? മോസ് ടേപ്പർ ആണ് ഇവിടെ കാണുന്നത്. അതൊരു സെൽഫ് ലോക്കിംഗ് ടേപ്പർ ആണ്. ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ അക്കോമഡേറ്റിംഗ് ലേറ്റ് സെന്റർ ഓർ കോളച്ചക്ക്. ഇപ്പോൾ ലേറ്റ് സെന്റർ അല്ലെങ്കിൽ കോളച്ചക്ക് എന്നതൊക്കെ ലേറ്റ് മെഷീൻ ടൂളിലെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകളാണ്. ചക്ക്, ലേറ്റ് സെന്റർ, കോളച്ചക്ക്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇൻസൈഡ് മോസ് ടേപ്പർ യൂസ് ചെയ്യുന്നത് ലേറ്റ് സെന്റർ ഓർ കോളച്ചക്കിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഔട്ട്സൈഡ് ത്രെഡഡ് പോർഷൻ യൂസ് ചെയ്യുന്നത് ഫേസ് പ്ലേറ്റ് ഓർ ചക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദിസ് സ്പിൻഡിൽ ഈസ് കോമൺലി മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ നിക്കൽ സ്റ്റീൽ. കാർബൺ നിക്കൽ സ്റ്റീൽ വെച്ചിട്ടാണ് ലേറ്റ് സ്പിൻഡിൽ മേക്ക് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് എ ഫിഗർ ഓഫ് ദി ലേറ്റ് സ്പിൻഡിൽ. ഓക്കെ. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് ദി ടെയിൽ സ്റ്റോക്ക്. ദിസ് ഈസ് ദ ഫിഗർ ഓഫ് ടെയിൽ സ്റ്റോക്ക് ഓഫ് എ ലേറ്റ് മെഷീൻ. Tailstock is a movable casting located opposite the headstock on the lathe bed. Tailstock എന്ന് പറയുന്നത് ഒരു മൂവബിൾ കാസ്റ്റിംഗ് ആണ്. ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓപ്പോസിറ്റ് ടു headstock on the lathe bed. This tailstock that is also known as loose headstock or puppet head. Tailstockന്റെ വേറൊരു പേരാണ് ലൂസ് headstock അല്ലെങ്കിൽ puppet head എന്ന് പറയുന്നത്. There are two purposes for a tailstock, which is used for supporting other end of the long workpiece when it being machined. First purpose എന്ന് പറയുന്നത് tailstockന്റെ purpose എന്ന് പറയുന്നത് which is used for supporting free end of a lengthy workpiece. One end will be fixed on the chuck and other end that will be supported by tailstock. And second purpose for tailstock is which is used for holding the tool for performing operations like drilling, reaming, taping, etc. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ടെയിൽസ്റ്റോക്കിൽ രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ടൂൾ ഹോൾഡ് ചെയ്യാനാണ്. അതായത് ഡ്രില്ലിംഗ്, റീമിംഗ്, ടാപ്പിംഗ് പോലത്തെ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി ടൂൾ ഹോൾഡ് ചെയ്യാനുള്ളതാണ് ടെയിൽസ്റ്റോക്കിന്റെ രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ. രണ്ട് പർപ്പസ് ആണ് ടെയിൽസ്റ്റോക്കിന് മെയിൻ ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സപ്പോർട്ടിംഗ് അതർ എൻഡ് ഓഫ് എ ലോങ് വർക്ക് പീസ് വെൻ ഇറ്റ് ബീങ് മെഷീൻഡ്, to hold the tool for performing like drilling, reaming, tapping, etc. Tailstock that mainly consists a dead center, adjusting screw and hand wheel. These are the main parts of a tailstock. But tailstockന്റെ main parts എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് സെന്റർ, അഡ്ജസ്റ്റിംഗ് സ്ക്രൂ, അതേപോലെ തന്നെ ഹാൻഡ് വീൽ ആണ്.
സോ ഡെഡ് സെന്റർ എന്ന് പറയുന്നത് ഇതാണ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് ടൈപ്പ് സെന്റേഴ്സ് ഉണ്ട്. ഡെഡ് സെന്റർ ഉണ്ട്, അതേപോലെ തന്നെ ലൈവ് സെന്റർ ഉണ്ട്. അപ്പൊ ലൈവ് സെന്റർ എല്ലായ്പ്പോഴും യൂസ് ചെയ്യുക ഹെഡ് സ്റ്റോക്കിലാണ്. ഡെഡ് സെന്റർ എല്ലായ്പ്പോഴും യൂസ് ചെയ്യുക ടെയിൽ സ്റ്റോക്കിലാണ്. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് വർക്ക് ഹോൾ ഡിവൈസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ലൈവ് സെന്റർ ഉണ്ട്, അതേപോലെ തന്നെ ഡെഡ് സെന്റർ ഉണ്ട്. ലൈവ് സെന്റർ യൂസ് ചെയ്യുന്ന ഹെഡ് സ്റ്റോക്കിലും ഡെഡ് സെന്റർ യൂസ് ചെയ്യുന്നത് ടെയിൽ സ്റ്റോക്കിലുമാണ്. ഓക്കെ, ഇപ്പൊ ടെയിൽ സ്റ്റോക്കിന്റെ മെയിൻ പാർട്സ് ആണ് ഡെഡ് സെന്റർ. പിന്നെ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഉണ്ട്, അതേപോലെ തന്നെ ഹാൻഡ് വീൽ ഉണ്ട്. അപ്പൊ ഇത്രയാണ് ടെയിൽ സ്റ്റോക്കിന്റെ മെയിൻ പാർട്സ് വരുന്നത്. അപ്പൊ ഇത് ടെയിൽ സ്റ്റോക്കിന്റെ ബോഡിയാണ്, ഇത് ഡെഡ് സെന്റർ ആണ്, ഇത് സ്ലീവ് ആണ്. ഈ സ്ലീവിലാണ് ഡെഡ് സെന്റർ ഫിറ്റ് ചെയ്യുന്നത്. ഒരു ക്ലാമ്പിംഗ് ഹാൻഡിൽ ഉണ്ട്, ഒരു ഹാൻഡ് വീൽ ഉണ്ട്. ഹാൻഡ് വീൽ കറക്കിയിട്ട് ഈ ടെയിൽ സ്റ്റോക്കിനെ ഫോർവേഡും ബാക്ക്വേർഡും എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. See, the body of the tailstock is adjustable on the base, which is mounted on the guideway of the bed. ഇപ്പോൾ ഈ ടെയിൽ സ്റ്റോക്കിന്റെ ബോട്ടം പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെയിൽ സ്റ്റോക്കിന്റെ ലെയ്ത്ത് ബെഡ് വൈസിന് മുകളിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടെയിൽ സ്റ്റോക്കിൽ ഒരു ഫ്ലാറ്റ് ഗൈഡ് വേ ഉണ്ടാവും. ദാറ്റ് വിൽ ബിയറിംഗ് വിത്ത് ദി ഫ്ലാറ്റ് ഗൈഡ് വേ ഇൻ ദി ലെയ്ത്ത് ബെഡ്. ആൻഡ് ആഫ്റ്റർ loosening this nut, the tailstock that can be moved along the lathe bed wheels. And the last point is, a screw is provided in tailstock body for adjusting tailstock set over for taper turn. അതായത് ടെയിൽ സ്റ്റോക്കിന്റെ ഒരു എൻഡിൽ ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ടെയിൽ സ്റ്റോക്കിനെ രണ്ട് സൈഡിലും ഒരു ചെറിയൊരു ആംഗിളിൽ എന്ത് ചെയ്യാൻ പറ്റും, ടിൽറ്റ് ചെയ്യാൻ പറ്റും. അത് ടാപ്പർ ടേണിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ചെയ്യുന്ന ടാപ്പർ ടേണിങ്ങിനെയാണ് ടാപ്പർ ടേണിംഗ് ബൈ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ടെയിൽ സ്റ്റോക്ക്. ഇത്രയാണ് ടെയിൽ സ്റ്റോക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ നെക്സ്റ്റ് വൺ കേരേജ് ആണ്. സോ ഈ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ് ഇവിടുന്ന്. സോ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് മെയിനായിട്ട് മെഷീൻ ടൂളിൻ്റെ ഇൻട്രൊഡക്ഷനും ലെയ്ത്തിൻ്റെ പാർട്സ് ആണ്. ലെയ്ത്തിൻ്റെ പാർട്സ് അപ് ടു ടെയിൽ സ്റ്റോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ കേരേജും മുതലുള്ള കേരേജും അതേപോലെ തന്നെ ലെയ്ത്തിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു നോട്ട് ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ അറ്റാച്ച് ചെയ്യാം. ഇനി നിങ്ങളുടെ കോളേജിൽ ഫസ്റ്റ് എടുക്കുന്നത് തിയറി ഓഫ് മെറ്റൽ കട്ടിങ് ആണെങ്കിൽ, സോ ഈ ഒരു നോട്ടും ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാൻ വേണമെങ്കിൽ തിയറി ഓഫ് മെറ്റൽ കട്ടിങ്ങിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് പ്രോബ്ലംസ്. ഓക്കെ, താങ്ക് യു.